ഹായ് ഗൈസ്, സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഫ്ലട്ടർ ബ്ലോക്കിലെ ക്യൂബിറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തിരുന്നു. ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫ്ലട്ടർ ബ്ലോക്ക് തന്നെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ലിങ്ക് മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്ത സെയിം പേജ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു യൂസേഴ്സിൻ്റെ ലിസ്റ്റ് ഫെച്ച് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ അത് ഫ്ലട്ടർ ബ്ലോക്ക് യൂസ് ചെയ്യാതെ ഫ്യൂച്ചർ ബിൽഡർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സെയിം ലേയേഴ്സ് നമുക്കുണ്ട്, റെപ്പോസിറ്ററീസ് ആൻഡ് സർവീസസ് ഉണ്ട്. മെറ്റീരിയൽ ആപ്പിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ റെപ്പോസിറ്ററി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മളൊരു പേജുണ്ട്, സ്റ്റേറ്റ്ലെസ് വിജറ്റാണ്, യൂസർ ലിസ്റ്റ് പേജുണ്ട്. അതിൽ നമുക്ക് സ്കെഫോൾഡിൻ്റെ താഴെ ബോഡിയിലായിട്ട് ഫ്യൂച്ചർ ബിൽഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് റെപ്പോസിറ്ററി യൂസ് ചെയ്ത് ഫെച്ച് ചെയ്യുകയാണ്. അതിലത്തെ ഓരോ സ്റ്റേറ്റസ് പ്രോപ്പറായിട്ട് ഫ്യൂച്ചർ ബിൽഡറിൽ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത്, അതായത് സ്റ്റേറ്റ് ഇൻ പ്രോഗ്രസ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എറർ ഉണ്ടോ എന്ന് നോക്കുന്നു. എറർ ഉണ്ടെങ്കിൽ എററിനുള്ള പ്രോപ്പറായിട്ടുള്ള ഡേറ്റ കാണിക്കുന്നു. എം ടി ആണെങ്കിൽ എം ടി നമ്മൾ ഡേറ്റ ഫൈൻഡ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം സെയിം കോഡ് തന്നെയാണ്. ഇത് നമുക്കിനി ഫ്ലട്ടർ ബ്ലോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് മാനുവലി ഇവൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് VS Code ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട്. സെയിം തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ആഡ് ചെയ്യാം. എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഫോൾഡറിലാണ് ആഡ് ചെയ്യുന്നത്, ബ്ലോക്ക് ഓർ ക്യൂബിറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബ്ലോക്ക് ആഡ് ചെയ്യാണ്. അതിൻ്റെ പേരായിട്ട് യൂസർ ലിസ്റ്റ് ആയതുകൊണ്ട് യൂസർ ലിസ്റ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി 3 ക്ലാസ്സസ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരും. ബ്ലോക്ക്, ഇവൻറ്റ്, സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഇവൻറ്റും ഒരു സ്റ്റേറ്റും ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ഇവൻറ്റും യൂസർ എന്നുള്ള UI എന്ന് വരുന്ന ഇവൻറ്റിനെയും സ്റ്റേറ്റിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ഇത്. ഓരോ ഇവൻറ്റും നമുക്ക് ഈ എമിറ്റ് യൂസ് ചെയ്തിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഏതൊക്കെ പേജിൽ ഏതൊക്കെ ഇവൻറ്റ്സ് ആണ് വരാൻ പോകുന്നത് ആദ്യം നോക്കാം. ഇത് ടിപ്പിക്കലി യൂസ് കേസസ് ഡ്രിവൺ ആണ്. ഓരോ യൂസ് കേസും യൂസർ ചെയ്യുന്ന ആക്ഷൻസിനെയും നമ്മൾ ഇവൻ്റായിട്ട് ആഡ് ചെയ്യുന്നു. ആ ഇവൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെല്ലാം സ്റ്റേറ്റ്സ് വരും എന്ന് നമ്മൾ ആലോചിച്ചതിന് ശേഷം അതിവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്നതാണ് ഫ്ലട്ടർ ബ്ലോക്കിൻ്റെ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ആപ്പ് ആർക്കിടെക്ചറെ കുറിച്ച് സംസാരിച്ചിരുന്നു. UI എന്ന് ഇവൻ്റായിട്ട് എൻ്റർ ചെയ്യുന്നു. ഡേറ്റ ലെയറിൽ ഡേറ്റ ഒറിജിനേറ്റ് ചെയ്യുന്നു. ആ ഡേറ്റയെ വ്യൂ മോഡൽ അല്ലെങ്കിൽ ലോജിക് ലെയർ അത് കൺവേർട്ട് ചെയ്തിട്ട് UIയിലേക്ക് എത്തിക്കുന്നു. നമുക്ക് ആദ്യം ഇവൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ യൂസർ ലിസ്റ്റ് ഇവൻ്റ് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ഉണ്ട്. ആ ഇവൻറ്റിനെ നമുക്ക് ആദ്യം യൂസർ ലിസ്റ്റ് ഫെച്ച് എന്നുള്ള ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് യൂസർ ലിസ്റ്റ് ഇവൻറ്റിനെ ഇൻഹെറിറ്റ് ചെയ്യണം. അതിൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇനീഷ്യലി ആ പേജ് ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റിയ കറക്റ്റ് പ്ലേസ് ഇതാണ്. അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ് ആഡ് ചെയ്യാം. നമ്മൾ ഫ്യൂച്ചർ ബിൽഡറിൽ കണ്ട പോലെ തന്നെ ആദ്യം ഒരു പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നു. അതിനുശേഷം അത് സക്സസ് ഓർ ഫെയിലിയർ എന്നുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് യൂസർ ലിസ്റ്റ് ലോഡിംഗ് എന്നിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ യൂസർ ലിസ്റ്റ് ലോഡഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു. അതിൽ നമുക്ക് എന്തായാലും ഒരു ലിസ്റ്റ് ഓഫ് യൂസേഴ്സിനാണ് കിട്ടാൻ പോകുന്നത്. നമുക്കത് ആഡ് ചെയ്യുന്നു. ഈ യൂസറിൻ്റെ അതൊരു ഡൊമെയിൻ മോഡലാണ്. അതിൻ്റെ കൺസ്ട്രക്ടറും കൂടി ആഡ് ചെയ്യുന്നു. എറർ കൂടി ഹാൻഡിൽ ചെയ്യാം. എല്ലാം യൂസർ ലിസ്റ്റ് സ്റ്റേറ്റിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. അതിൽ നമുക്കൊരു എറർ മെസ്സേജ് കൂടി ഹാൻഡിൽ ചെയ്യാം. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ് ബ്ലോക്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ബ്ലോക്ക് എല്ലാ ഡേറ്റയും ഫെച്ച് ചെയ്യുന്ന റെപ്പോസിറ്ററി യൂസ് ചെയ്തിട്ടാണ്. നമുക്കപ്പോൾ ആദ്യം യൂസർ റെപ്പോസിറ്ററി ഇതിലേക്ക് ആഡ് ചെയ്യാം. ബ്ലോക്കിൻ്റെ കൺസ്ട്രക്ടറിൽ കൂടി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കോൾസും എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന റെപ്പോസിറ്ററി ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇവൻ്റ് യൂസ് ചെയ്യാം. യൂസർ ലിസ്റ്റ് ഫെച്ച് എന്ന് പറയുന്ന ഇവൻ്റ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ
ഫെച്ച് ഇവൻറ്റ് ഫസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസർ ലിസ്റ്റ് ലോഡിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എമിറ്റ് ചെയ്യാം. ലോഡിംഗ് എന്ന് പറയുന്ന എമിറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത നമ്മൾ റെപ്പോസിറ്ററി യൂസ് ചെയ്തുകൊണ്ട് യൂസേഴ്സിനെ ഫെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂസേഴ്സിനെ ഫെച്ച് ചെയ്യുന്നു. യൂസേഴ്സ് ഫെച്ച് ആയിട്ടുണ്ടെങ്കിൽ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസർ ലിസ്റ്റ് ലോഡഡ് എന്ന് പറയുന്ന ഇവൻറ്റിൽ കൂടെ കൊടുക്കുന്നു. ഇൻ കേസ് അത് എക്സെപ്ഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എറർ എന്ന് പറയുന്ന സ്റ്റേറ്റ് എമിറ്റ് ചെയ്യുന്നു. യൂസർ ലിസ്റ്റ് എറർ എന്ന് പറയുന്നു. ഇവിടെ നമുക്കൊരു മെസ്സേജ് വേണം. നമുക്ക് അറിയാം നമ്മൾ ഓരോ ലെയേഴ്സിലും എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എക്സെപ്ഷൻ എന്ന് പറയുന്നത് API എക്സെപ്ഷൻ ആണെങ്കിൽ അത് നമ്മളൊരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു എറർ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് അത് തന്നെ നേരിട്ട് യൂസ് ചെയ്യാം. എറർ മെസ്സേജ് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ അണേബിൾ ടു മെസ്സേജ് കൂടി നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് പേജിലേക്ക് വരാം. ഇപ്പോൾ ഈ ഇവൻറ്റുകളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേജിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇവൻറ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫെച്ച് എന്ന് പറഞ്ഞ ഇവൻറ്റ് സ്റ്റേറ്റിൽ അത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ലോഡിങ്, അത് എറർ ലോഡഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറുന്നു. ബ്ലോക്ക് അതിൽ റെപ്പോസിറ്ററി യൂസ് ചെയ്ത് ഫെച്ച് ചെയ്യുന്ന എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പേജിൽ ഇതെങ്ങനെ ആഡ് ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ സ്കെഫോൾഡിന് ടോപ്പിലായിട്ട് ഈ ബ്ലോക്കിനെ ആഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം. ടോപ്പിലായിട്ട് നമുക്ക് ബ്ലോക്ക് പ്രൊവൈഡർ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് യൂസർ ലിസ്റ്റ് ബ്ലോക്കാണ്. ബ്ലോക്ക് ആഡ് ചെയ്യുന്നു. ബ്ലോക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു റെപ്പോസിറ്ററി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ കൺസ്ട്രക്ടറി കൂടെ കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ റെപ്പോസിറ്ററിനെ ആദ്യം കോണ്ടെക്സ്റ്റിൽ നിന്ന് റീഡ് ചെയ്യാം. മെറ്റീരിയൽ ആപ്പിൻ്റെ ടോപ്പിലായിട്ടാണ് നമ്മളിവിടെ ഓൾറെഡി ഫെച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് തന്നെ റീയൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ റെപ്പോസിറ്ററിനെ ആ കോണ്ടെക്സ്റ്റിൻ്റെ ടോപ്പിൽ മെറ്റീരിയൽ ആപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് റെപ്പോസിറ്ററി ആഡ് ചെയ്തിട്ടുള്ളത്. ആ റെപ്പോസിറ്ററി നമ്മൾ പാസ് ചെയ്യുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് എന്ത് വേണം, ഈ ബ്ലോക്ക് ഇനീഷ്യലൈസ് ചെയ്യണം. ഫസ്റ്റ് കോള് എന്തായാലും നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇവിടെ നമുക്ക് ചെയ്യുന്നത് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്ലോക്ക് നമുക്ക് റിട്ടേൺ ചെയ്യണം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ബ്ലോക്കിലൊരു ഇവൻ്റ് ആയിട്ട് ആഡ് ചെയ്യണം ഫസ്റ്റ്. പിന്നെ നമ്മുടെ ഇനീറ്റ് സ്റ്റേറ്റിന് ഇക്വലൻ്റ് ആണ്. ഫസ്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. അതായത് യൂസർ ലിസ്റ്റ് ഫെച്ച് എന്ന് പറയുന്ന ഇവൻറ്റ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. അതായത് എപ്പോഴാണോ ഇതിന് താഴെയുള്ള വിജറ്റിൽ ഏതെങ്കിലും വിജറ്റ് ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനെ ആക്സസ് ചെയ്യുന്നത്, അപ്പോഴാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇത് ഫസ്റ്റ് ഒരു ഇവൻ്റ് ആഡ് ചെയ്യുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ഇവൻ്റ് വരുള്ളൂ. നമുക്കതും ഇത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ബോഡിയിലായിട്ട് ഇനി ഇതിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ ഇത് സെയിം കോണ്ടെക്സ്റ്റിലായതുകൊണ്ട് നമുക്ക് ഇവിടെ അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിതിനെ ഒരു ലെവൽ ഡീപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ റീഫാക്ടർ ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. നമുക്കൊരു യൂസർ ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു വിജറ്റായിട്ട് മാറ്റാം. ഇവിടെ നമുക്കിനി ബിൽഡർ മാറ്റിയിട്ട് നമുക്കതിന് ബ്ലോക്ക് ബിൽഡർ ആക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫ്യൂച്ചർ നമ്മൾ മാറ്റുന്നു. ഇനി ഇതിനൊരു ബ്ലോക്ക് ബിൽഡർ ആക്കുന്നു. ബ്ലോക്കും സ്റ്റേറ്റുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അത് ബിൽഡറിൽ നമുക്കപ്പോൾ ഇവിടെ അതിൻ്റെ സ്റ്റേറ്റിനായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. നമുക്കിനി ഓരോ സ്റ്റേറ്റുകളും ഹാൻഡിൽ ചെയ്യാം. ആദ്യം എന്തായാലും ലോഡിംഗ് ആണ്. അപ്പോൾ യൂസർ ലിസ്റ്റ് ലോഡിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമുക്ക് ആദ്യം മാറ്റാം. രണ്ടാമത്തെ ചെറിയൊരു റീഫാക്ടർ ചെയ്യണം. ഇവിടെ നമ്മൾ നേരത്തെ ഐദർ ലോഡിംഗ് അല്ലെങ്കിൽ സക്സസ് എന്നുള്ള രീതിയിലായിരുന്നു. ഇവിടെ നമുക്കൊരു ആദ്യം എറർ കണ്ടീഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാം. ഫസ്റ്റ് എപ്പോഴും എറർ ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആ കേസ് മിസ്സായി പോകും. എറർ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നു. ഇനിയല്ല സ്റ്റേറ്റ് ഡൺ ആണെങ്കിൽ യൂസർ ലിസ്റ്റ് ലോഡ് ഇത്രയാക്കുന്നു. നമുക്കതിവിടെ സ്റ്റേറ്റ് യൂസേഴ്സ് ആക്കാം.
ഇത്രയാക്കുമ്പോൾ നമുക്കത് എളുപ്പമാണ്. ഇത് ഇവിടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സെയിം ഫ്യൂച്ചർ ബിൽഡറിൻ്റെ കേസസ് തന്നെ ലോഡിങ്, എറർ, ലോഡഡ്, അതിൻ്റെ എം ടി കേസ് എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇനീഷ്യലി ലോഡിംഗ് ആണ്, പേജസ് ലോഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഫ്യൂച്ചർ ബിൽഡറിൽ നിന്ന് ഒരു ഫ്ലട്ടർ ബ്ലോക്കിലേക്കുള്ള ട്രാൻസിഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതായത് നമ്മൾ ആ പേജിനെ പ്രൊവൈഡർ വെച്ച് റാപ്പ് ചെയ്തു. ഇനി നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു ബ്ലോക്കിൽ ഈ ഒരു എഡീഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതായത് ഇതെല്ലാം സെറ്റ് മോഷൻ, ഇതെല്ലാം ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഈ യൂസർ ഫെച്ച് എന്ന് പറയുന്ന ഈ കോള് വന്നാൽ മാത്രമാണ് ആ പേജ് ലോഡ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫ്ലട്ടർ ബ്ലോക്കിൻ്റെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് റൗട്ടിങ് എങ്ങനെ ഗ്രേസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്ലോക്ക് പ്രൊവൈഡർ നമ്മൾ യൂസ് ചെയ്തു. വിജറ്റിനെ നമുക്ക് പ്രൊവൈഡറിൽ കൂടെ നമുക്ക് ബ്ലോക്കിനെ ആഡ് ചെയ്യാനായിട്ട്, അതായത് വ്യൂ മോഡലായിട്ട് ആഡ് ചെയ്യാൻ നമുക്ക് പറ്റി. നമുക്കിനി ഫ്ലട്ടർ ബിൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു വിജറ്റിനെ തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലോഡിങ്ങിൽ ഒരു കണ്ടീഷനുണ്ട്, എററുണ്ട്, എം ടി കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ നമ്മളൊരു ഇതൊന്നും ഇല്ലാത്തൊരു കണ്ടീഷന് വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടെയ്നർ ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അതിനെ ഇനീഷ്യലൈസ് ചെയ്യാതിരുന്നപ്പോൾ അവിടെ ഒരു എം ടി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് സ്ക്രീൻ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ബിൽഡറാണ്. നമുക്കിനി ഇതേപോലെ തന്നെ വേറൊരു വിജറ്റ് കൂടി നമുക്ക് തരുന്നുണ്ട്, കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കൺസ്യൂമർ എന്താ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബേസിക്കലി ഒരു ബിൽഡറും ഒരു ലിസണറും കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആ ഡീറ്റെയിൽ പേജിലേക്ക് എങ്ങനെ പോകാം. അപ്പോൾ നമുക്കൊരു റീഡയറക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിജറ്റിൻ്റെ ഉള്ളിൽ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ ഇവൻറ്റ് നമുക്ക് സ്റ്റേറ്റിൽ കൂടെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ യൂസ് കേസസും ഓരോ ഇവൻ്റ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നേരത്തെ ഇവൻ്റ് ഫെച്ച് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് നമ്മൾ ആഡ് ചെയ്തിരുന്നു. നമുക്കിനി യൂസർ ലിസ്റ്റ് സെലക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആഡ് ചെയ്യാം. അത് യൂസർ ലിസ്റ്റ് ഇവൻറ്റിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതായിരിക്കണം. അവിടെ നമുക്ക് എന്തായാലും സെലക്ട് ചെയ്ത ഒരു യൂസറിനും കൂടി പാസ് ചെയ്യാം. സേവ് ചെയ്തു. ഇനി നമുക്ക് തിരിച്ച് ബ്ലോക്കിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ഹാൻഡിൽ ചെയ്ത രീതിയിൽ ഇനി പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ ഇവൻറ്റിനും നമുക്ക് ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ ലിസണേഴ്സിനെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തൊരു ഇവൻറ്റും കൂടി ആഡ് ചെയ്യുകയാണ്. ഇവിടെ യൂസർ ലിസ്റ്റ് സെലക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആഡ് ചെയ്യുന്നു. നമുക്ക് നേരത്തെ ചെയ്തിട്ടുള്ളതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഇവൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസർ ലിസ്റ്റ് സെലക്റ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കൂടി ആഡ് ചെയ്യുകയാണ്, യൂസർ ലിസ്റ്റ് സെലക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഇവൻ്റ് കൊടുത്ത് അതേ പേര് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. യൂസർ ലിസ്റ്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് സെലക്റ്റഡ് യൂസർ എന്നാക്കി മാറ്റാം. സെലക്റ്റഡ് യൂസർ എന്നാക്കുന്നു. ഇവിടെ സ്റ്റേറ്റിൽ നമുക്ക് യൂസർ ലിസ്റ്റ് സെലക്റ്റഡ് എന്നാക്കാം. യൂസർ ലിസ്റ്റ് സ്റ്റേറ്റ്. അവിടെ നമുക്ക് സെയിം സിഗ്നേച്ചർ തന്നെയാണ്. യൂസർ അതിൻ്റെ കൺസ്ട്രക്ടർ കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഈ യൂസർ ലിസ്റ്റ് സെലക്റ്റഡ് യൂസർ എന്ന് പറയുന്ന ഇവൻ്റ് എത്തും. ഇത് ഇപ്പോൾ സിങ്ക്രണസ് ആക്കണമെന്നില്ല. നമ്മളവിടെ അതിനെ തിരിച്ച് എമിറ്റ് ചെയ്യുകയാണ്. യൂസർ ലിസ്റ്റ് സെലക്റ്റഡ് ആണ്. ആ ഇവൻറ്റിൽ നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്ന യൂസറിനെ ഇതിലേക്ക് നമ്മൾ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. ഓരോ ഇവൻറ്റിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ മാപ്പ് ചെയ്യുന്ന ഓരോ ഫങ്ഷൻസ് ഉണ്ടാക്കുന്നു. അതിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റേറ്റ് എമിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ നോക്കാം. നമ്മളിവിടെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ നമുക്ക് എല്ലാം റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഒരു ഇവൻറ്റ് ഈ ഇവൻറ്റ് ലിസണർ മാത്രം കൺസ്യൂം ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതുമ്പോൾ റീഡയറക്ഷൻ ഇവൻറ്റ്സിന് നമുക്ക് ബിൽഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബിൽഡറെ റീബിൽഡ് ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയാണ് അത് യൂസർ ലിസ്റ്റ് സെലക്റ്റഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ അത് റീബിൽഡ് ചെയ്യണ്ട എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ബിൽഡർ യൂസർ ലിസ്റ്റ് സെലക്റ്റഡ് എന്ന് പറയുന്ന
ഇവൻ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും ഈ ബിൽഡർ റീബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ലിസണറാണ് ഇത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം സ്റ്റേറ്റ് ഈസ് യൂസർ ലിസ്റ്റ് സെലക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ റീഡയറക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടിയും അത് ടെസ്റ്റബിലിറ്റിയും ഇമ്പ്രൂവ് ആവുകയാണ്. നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഡീറ്റെയിൽ പേജ് ഒരെണ്ണം ഉണ്ടാക്കാം. ഒരു സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ളൊരു വിജറ്റ് ഉണ്ടാക്കാം. യൂസർ ഡീറ്റെയിൽസ് പേജ് എന്ന് കൊടുക്കാം. ബേസിക്കലി നമുക്കതിനൊരു സ്കെഫോൾഡ് ആഡ് ചെയ്യാം. നേരത്തെ ഉണ്ടാകുന്ന പ്ലേസ് ഹോൾഡർ ആഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പ് ബാറിൽ ആ തന്ന ആ ഡേറ്റയുടെ യൂസറിൻ്റെ പേര് മാത്രം ഒന്ന് കാണിക്കാം. നമുക്കിവിടെ എന്തായാലും യൂസർ ഡോട്ട് നെയിം എന്ന് കൊടുക്കാം. യൂസർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. യൂസറിൻ്റെ ID കൊടുക്കുന്നതാണ് നല്ല അപ്രോച്ച്. ഫോർ എക്സാമ്പിൾ ഇത് കാണിക്കുന്നതെന്ന് മാത്രം. യൂസർ കിട്ടിയിരിക്കുന്നു, ആ പേര് ഇവിടെ കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ്. നമുക്കതിനൊന്ന് റീഡയറക്റ്റ് ചെയ്ത് നോക്കാം. പേജിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, ഇവിടെ നമ്മൾ നാവിഗേറ്റർ കോണ്ടെക്സ്റ്റിലെ നാവിഗേറ്റർ യൂസ് ചെയ്തിട്ട് റൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടൈലിൽ ഈ ഒരു ടാപ്പ് ചെയ്തു എന്നുള്ളൊരു ഇവൻ്റ് നമുക്ക് എടുത്തിട്ട് അതിൽ നമുക്ക് ഇവൻ്റായിട്ട് ആഡ് ചെയ്യണം. അതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഇത് പറയുന്നത്. നമുക്കപ്പോൾ കോണ്ടെക്സ്റ്റിൽ നിന്ന് ആ ബ്ലോക്ക് റീഡ് ചെയ്തതിന് ശേഷം അതിൽ നമ്മളൊരു ഇവൻ്റായിട്ട് ആഡ് ചെയ്യുന്നു. സെലക്റ്റഡ് യൂസർ എന്ന് പറയുന്നത് നമുക്ക് യൂസർ അവിടെ ഉണ്ട്. നമുക്കിനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഡേറ്റ ഫെച്ച് ആയി. ഇപ്പോൾ എല്ലായിടത്തും ഒരു ഏരോ കാണാം. ലിയാൻ ഗ്രഹാം സെലക്ട് ചെയ്യുന്നു, പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ക്ലീൻ ആയിട്ടാണ് നമ്മൾ ഈ ലേയേഴ്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്ലട്ടർ ബ്ലോക്കിൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും എല്ലാ യൂസ് കേസസിൻ്റെയും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇവൻറ്റ് ടു ഒരു സ്റ്റേറ്റ് കൺവേർഷൻ നമുക്ക് പോസിബിൾ ആണ്. കുറച്ച് കൂടുതൽ നമ്മൾ കുറച്ചും കൂടി ക്ലാസ്സസ് എല്ലാം എഴുതേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എന്നെല്ലാം എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. യൂസർ ലിസ്റ്റ് ടൈൽ തന്നെ ഇവിടെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം യൂസറിൻ്റെ നെയിമും ഇമെയിലും മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ടാപ്പിൻ്റെ ഇവൻറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിജറ്റ്സിന് കൂടുതൽ റീയൂസ് പ്രൊമോട്ട് ചെയ്യാം. എല്ലാ കേസസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇവിടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമുക്കിവിടെ നോക്കാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇത് ഉണ്ട്. ആദ്യം സെലക്ട് ചെയ്ത് വർക്കായി, ഇത് വർക്കാവുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കിൽ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഓരോ സ്റ്റേറ്റും നേരത്തെയുള്ള സ്റ്റേറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രമേ അത് എമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്റ്റേറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിവിടെ UIയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റേറ്റിൽ ഇത് നമുക്ക് ഓൾറെഡി ഇതെല്ലാം ഇക്വേറ്റബിൾ വെച്ചിട്ടാണ് ഇതെല്ലാം ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സെയിം സ്റ്റേറ്റ് തന്നെ എമിറ്റ് ചെയ്യുമ്പോൾ അത് ഡിഫറെൻ്റ് ആണ്, അത് അതിൻ്റെ ടൈപ്പ് മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓവർറൈഡ് ചെയ്യേണ്ടതാണ്. യൂസറിനെ ഡിഫറെൻ്റ് ആണ് എങ്കിൽ അതിന് വേറെ എമിറ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ മാറ്റുന്നു. യൂസർ ഓൾറെഡി, അപ്പോൾ ഈ യൂസർ ഇനി എന്ത് ചെയ്യണം, അതും ഈ പറയുന്ന ഇക്വേറ്റബിൾ വെച്ചിട്ട്, അതായത് നമുക്ക് അറിയാൻ പറ്റണം ഡീപ്പായിട്ടുള്ളൊരു ഇക്വാലിറ്റി ചെക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഈ പർട്ടിക്കുലർ ക്ലാസ്സിലെ ഇതെല്ലാം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഡീപ്പ് ഇക്വാലിറ്റി ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ ID നെയിം നമ്മളതിലുള്ള എല്ലാ ഡേറ്റയും കൊടുക്കുകയാണ്. IDയിൽ നമുക്കെല്ലാം വേണമെന്നില്ല, നമുക്കിവിടെ ID മാത്രം കൊടുത്താൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്കിനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഡേറ്റ ഫെച്ച് ആയി കഴിഞ്ഞു. ലിയാൻ ഗ്രഹാം സെലക്ട് ചെയ്യുന്നു, റീഡയറക്റ്റ് ആകുന്നു. എറിക് ഹൗൽ സെലക്ട് ചെയ്യുന്നു, റീഡയറക്റ്റ് ആകുന്നു. അപ്പോൾ ഇവിടെ എന്താ ചേഞ്ച് വരുത്തിയത്, നമ്മൾ സ്റ്റേറ്റുകൾ തമ്മിൽ ഡീപ്പായിട്ട് അവരുടെ ഇക്വാലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതാണ് പലപ്പോഴും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടും മിസ്സായി പോകുന്നൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്കിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻ ആണ് എല്ലാ പുതിയ സ്റ്റേറ്റ് മാത്രമേ എമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ് എമിറ്റ് ചെയ്യണമെങ്കിൽ അത് തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രീവിയസ് സ്റ്റേറ്റും ഈ സ്റ്റേറ്റും തമ്മിലുള്ളൊരു ഡീപ്പ് ഇക്വാലിറ്റി ചെക്കിനുള്ള കണ്ടീഷൻസും കൂടി നമ്മളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എപ്പോഴും ഓരോ ലെയറിലുള്ള മോഡൽസ് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു ചേഞ്ചസ് ചെയ്യാൻ പറ്റും. ഇക്വേറ്റബിൾ യൂസ് ചെയ്യാനായിട്ട് നമുക്കത് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മിക്സിനും യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇക്വേറ്റബിൾ മിക്സിൻ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. സെയിം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ
ഈ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഫ്ലട്ടർ ബ്ലോക്കിൽ എപ്പോഴും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ. നിങ്ങളിത് ഈ ഭാഗം ശ്രദ്ധിച്ചിട്ട് എപ്പോഴും ചെയ്യാം. നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ പേജിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു? പ്രൊവൈഡർ ആഡ് ചെയ്തു. നമ്മളൊരു ലിസ്റ്റ് വ്യൂവിനെ സെപ്പറേറ്റ് ചെയ്തു. ആ ലിസ്റ്റ് വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഓരോ ബിൽഡറും ലിസ്റ്ററും യൂസ് ചെയ്തിട്ട് ബിൽഡറിൽ വിജറ്റ്സ് കൊടുക്കുന്നു. ലിസ്ണറിൽ നമ്മൾ നാവിഗേഷൻ പോലെയുള്ള ഇവൻറ്റോ അല്ലെങ്കിൽ സ്നാക്ക് ബാറിൽ ഒരു എറർ കാണിക്കാനോ അല്ലെങ്കിൽ വിജറ്റ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ലിസ്ണറിൽ ഹാൻഡിൽ ചെയ്യുക. ബിൽഡറിൽ എപ്പോഴും വിജറ്റ്സോ അല്ലെങ്കിൽ ആ വിജറ്റിന് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ സ്റ്റേറ്റസ് മാറുന്ന ഒരു കണ്ടീഷനെ നമ്മൾ ബിൽഡറിൽ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്ലട്ടർ ബ്ലോക്ക് വളരെ ക്ലീൻ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത സെഷനിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമുക്കിനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ പേജസ് ചെയ്യുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ലെവലിലുള്ള ഒരു ആപ്പ് നമുക്ക് അടുത്തതിൽ നമുക്ക് ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Stay tuned.